എന്താ ഇവിടെ നിക്കുന്നേ? കാണാൻ നല്ല ഭംഗിയല്ലേ? അതെന്താ എന്റെ കൂടെ നിന്നാ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ലേ? തന്റെ കൂടെ നിന്നാ തന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും, ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല. ആഹാ, ഗംഭീര ഡയലോഗ് ആണല്ലോ. ഇങ്ങനെ ഒരു സ്ഥലത്തെത്തി ഇത്രയും നല്ല കാഴ്ചകളൊക്കെ കണ്ട് കൂടെയുള്ള പെണ്ണിനോട് ഇത്രയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ വെറും പൊട്ടനായി പോവില്ല. ഇപ്പഴാ പഴയ സൂര്യ കുറച്ച് വരാൻ തുടങ്ങിയത്. അതവിടെ ഇരിക്കട്ടെ. വരുണ്ട കാര്യം എന്താ നേരത്തെ പറഞ്ഞേ? അച്ഛനത് കേട്ട് കുറച്ച് ടെൻഷനായിട്ടുണ്ട്. ഓ അത് വിട്, തൽക്കാലം നമുക്ക് ആ മാറ്റർ സംസാരിക്കണ്ട. ഇല്ല കൽപ്പന, അത് സംസാരിച്ച് തീർത്തില്ലെങ്കിൽ മനസ്സിലൊരു കല്ലായിട്ടത് അങ്ങനെ കിടക്കും. താനെന്താ ഉദ്ദേശിച്ചെന്ന് പറ. എന്നിട്ട് വേണം അതിനനുസരിച്ച് അവനെ ഒന്ന് ഓക്കെ ആക്കി എടുക്കാൻ. അതിലിത്ര ആലോചിക്കാനുണ്ടോ? ഞാനും സൂര്യൻ ദാ ഇവിടെ നിൽക്കുന്നു, വരുണാണെങ്കിൽ തനിച്ചു. പക്ഷെ പ്രിയങ്കയെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പോ അതല്ല കാര്യം എന്നല്ലേ താൻ പറഞ്ഞു? അയ്യോ, അതൊക്കെ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കാണോ? എനിക്കെന്താ ഒരു തമാശ പറയാൻ പോലും പറ്റില്ലേ? ആ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. നമ്മുടെ അയ്യഞ്ചക്കനെ അവന്റെ പ്രാണപ്രിയയെ വിട്ടുപിരിഞ്ഞതിലുള്ള കാര്യം. ആ, എങ്കിൽ കുറച്ച് അനുഭവിച്ചോട്ടെ, അത് വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യം. സൂര്യ, ഈവനിങ് നമുക്ക് നടന്നാലോ? ആ, അതൊരു പ്ലാൻ ഉണ്ട്. എല്ലാരും ഒന്നിച്ചല്ല, നമ്മള് മാത്രം. അച്ഛന്റെ വരുണിന്റെ മുമ്പില് സൂര്യയുടെ കൈ പിടിച്ച് നടക്കാൻ എനിക്ക് നാണക്കേടാ. നമ്മള് മാത്രമാകുമ്പോ കുഴപ്പമില്ലല്ലോ. ആരാ കോൾ എടുക്കുന്നില്ലേ? അത് പ്രിയങ്കയെ വിളിക്കുന്നത്. എവിടെ എത്തിയെന്നൊക്കെ അറിയാനായിരിക്കും. ഞാനേ അവളോടൊന്ന് സംസാരിച്ചിട്ട് വരാം. അല്ല, സൂര്യയുടെ പ്രകൃതി ഭംഗി കാണലൊക്കെ നടക്കട്ടെ.